റോമർക്ക് എഴുതിയ ലേഖനമാണ് നമ്മൾ കുറച്ച് കാലമായിട്ട് പഠിക്കുന്നത്. 12-ാം അധ്യായമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 13 വരെയുള്ള വാക്യങ്ങൾ നാം പഠിക്കുകയുണ്ടായി. 13 വരെയുള്ള വാക്യങ്ങൾ. ഇന്ന് 14 മുതലുള്ള ചില വാക്യങ്ങൾ നമുക്ക് വായിച്ച് ധ്യാനിക്കുവാൻ സമയമെടുക്കാം. 14-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, ശപിക്കാതെ അനുഗ്രഹിപ്പിൻ. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, ശപിക്കാതെ അനുഗ്രഹിപ്പിൻ. അപ്പോൾ നമ്മെ ഉപദ്രവിക്കുന്ന ആളുകളെ സ്വാഭാവികമായി നമ്മളിൽ നിന്നുണ്ടാവുന്നതായിട്ടുള്ള പ്രതികരണം അവരെ വെറുക്കുക, ശപിക്കുക, അവരോട് അകലം പാലിക്കുക, പ്രതികാരം ചെയ്യുക, ഇതൊക്കെയാണ് സ്വാഭാവികമായിട്ട് നമ്മളിൽ നിന്നുളവാകുന്നതായിട്ടുള്ള പ്രതികരണം എന്ന് പറയുന്നത്. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവരെ അനുഗ്രഹിക്കണം, അതല്ലാതെ ശപിക്കുവാനായിട്ട് പാടില്ല. അപ്പോൾ ലോകത്തിൽ പൊതുവിലെ ആളുകളുടെ പ്രതികരണം, ഉപദ്രവത്തോടുള്ള പ്രതികരണം എന്ന് പറഞ്ഞാൽ, തിരിച്ച് ചെയ്യാൻ കഴിയുന്നതായിട്ടുള്ള ആളുകൾ തിരിച്ച് ചെയ്യും. പിന്നെ മറ്റാരെ കൊണ്ടെങ്കിലും ചെയ്യിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യും. ഇനി കോടതിയിലോ അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ അതിന് വ്യവഹാരത്തിന് പോകും. ഇനി ഇതിനൊന്നും മാർഗമില്ലെങ്കിൽ സാധാരണഗതിയിൽ ശപിക്കുക, നീ ഒരു കാലത്തും നന്മ വരാതിരിക്കട്ടെ എന്നുള്ള നിലയിൽ ശപിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രതികരണം എന്ന് പറയുന്നത്. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നമ്മളെ ഉപദ്രവിക്കുന്ന ആളുകളെ ശപിക്കുവാനായിട്ടുള്ള യാതൊരു അനുവാദവും നമുക്ക് ഇല്ല. ശപിക്കാനുള്ള അനുവാദം ഇല്ല എന്ന് മാത്രവുമല്ല, നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത് അവരെ അനുഗ്രഹിക്കാനായിട്ടാണ്. ഈ അനുഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ അത് പിന്നെയും കുറച്ചുകൂടി പ്രയാസമുള്ള ഒരു കാര്യമായിട്ടാണ് പൊതുവെ ആളുകൾക്കിരിക്കുന്നത്. നമ്മളെ ഒരാൾ ഉപദ്രവിച്ചാൽ അവരെ അനുഗ്രഹിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ നമ്മൾ സ്വീകരിക്കുക എന്ന് പറയുന്നത് സാധാരണ ഗതിയിൽ വളരെ പ്രയാസമുള്ളതായ ഒരു കാര്യമാണ്. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവം ആഗ്രഹിക്കുന്നത് കാര്യം എന്ന് പറയുന്നത് അവരെ അനുഗ്രഹിക്കണം ഒരു വ്യക്തി ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് ജീവിക്കുന്ന ആളാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ പ്രതികരണം എന്ന് പറയുന്നത് ആ ഒരു നിലയിലായിരിക്കും. ശപിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന ഒരു നിലവാരത്തിലായിരിക്കും സ്വാഭാവികമായിട്ട് ഒരു ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു ജീവിതമായിരിക്കും അവർക്ക് ഉണ്ടാവുക. ഇത് സംബന്ധിച്ച് കർത്താവും അപ്പസ്തോലന്മാരുമൊക്കെ പല വേദഭാഗങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുള്ളത് പ്രകാരം ഇതിനെക്കുറിച്ച് വളരെ ധാരാളമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിന് 44-ാം വാക്യത്തിൽ, ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കണം, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. അവിടെയും വളരെ വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് അങ്ങനെയുള്ള ആളുകളോട് ചെയ്യേണ്ടത് എന്ന്. ഇത് മാത്രമല്ല, കർത്താവ് ക്രൂശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ കർത്താവിനെ ക്രൂശിച്ചതായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവിടെ കർത്താവ് പറയുന്നതായിട്ടുള്ളൊരു കാര്യം, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് അങ്ങനെ പഠിപ്പിക്കുക മാത്രമല്ല, കർത്താവിൻ്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും.
പ്രിയമുള്ളവരെ, അങ്ങനെ അനുഗ്രഹിക്കാനും ക്ഷമിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കഴിയുന്ന ഒരു മനോഭാവം നമ്മളിൽ ഉളവായിട്ടുണ്ട് എങ്കിൽ നാം വീണ്ടും ജനനം പ്രാപിച്ച് ദൈവിക ജീവൻ നമ്മളുടെ ഉള്ളിൽ ഉള്ള ആളുകളായിട്ട് തീരും. എന്തുകൊണ്ടാണ് കർത്താവിന് അങ്ങനെ പറയാൻ കഴിഞ്ഞത് എന്ന് ചോദിച്ചാൽ, അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അപ്പോൾ നമ്മിലും അതേ ദൈവിക ജീവൻ ഉണ്ടാവുകയും അത് വെളിപ്പെടേണ്ട നിലയിൽ വെളിപ്പെടുകയും ചെയ്യുന്നത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് കർത്താവ് അങ്ങനെ ക്ഷമിച്ചു, കർത്താവ് പ്രാർത്ഥിച്ചു, കർത്താവ് ചെയ്തതുപോലെയൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യം ഒരുപക്ഷെ വീണ്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചതായിട്ടുള്ള മറ്റൊരാളെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികളിൽ നാം വായിക്കുന്നുണ്ട്. എവിടെയാണ്? 7-ാം അധ്യായത്തിൻ്റെ 60-ാം വാക്യത്തിൽ സ്റ്റെഫനോസിനെ കുറിച്ച് പറയുമ്പോൾ, അവനോ മുട്ടുകുത്തി, കർത്താവെ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. അവർക്ക് ഈ പാപം നിർത്തരുതേ. യഥാർത്ഥത്തിൽ ആ സ്റ്റെഫനോസിൻ്റെ സ്ഥാനത്ത് നാം ഓരോരുത്തരുമായിരുന്നുവെങ്കിൽ നമ്മളുടെ പ്രാർത്ഥനയും നമ്മളുടെ നിലവിളിയും നമ്മുടെ ചിന്തയും ഒക്കെ എന്തായിരിക്കുമായിരുന്നു എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുന്നത് നല്ലതാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു മനോഭാവത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് കഴിയുന്നില്ല എങ്കിൽ നമ്മളിൽ ദൈവിക ജീവൻ്റേതായിട്ടുള്ള യാതൊരു വക ലക്ഷണങ്ങളും, ജീവൻ്റെ ലക്ഷണങ്ങൾ നമ്മളിൽ ഇല്ല എന്ന് തന്നെയാണ്. ജീവൻ, ഏതൊരു ജീവിക്കും ജീവനുണ്ടെങ്കിൽ, ജീവനുള്ള വ്യക്തികൾക്ക്, ജീവനുള്ള ഏതൊരു വ്യക്തിയാണെങ്കിലും ഏതെങ്കിലും ജീവിയാണെങ്കിലും ആ ജീവിക്ക് ചില പ്രത്യേകതകൾ ഉണ്ടാവും. ആ ജീവി പ്രവർത്തന നിരതമായിരിക്കും, പ്രവർത്തിക്കും, അനങ്ങും. എന്നാൽ ദൈവിക ജീവനുള്ള ആളുകൾ ആ ദൈവം എങ്ങനെ ഒരു വ്യക്തി നിയന്ത്രിക്കപ്പെടുവാനും ജീവിക്കുവാനും ആഗ്രഹിക്കുന്നുവോ അതേ നിലയിൽ ആ വ്യക്തി പ്രവർത്തിക്കും എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ശരി. എന്നാൽ ഇന്ന് അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള മനോഭാവം പോലും ഇന്ന് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരുടെ ഇടയിൽ ഇല്ല എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള ഒരവസ്ഥ. അങ്ങനെ നമ്മെ ഉപദ്രവിക്കുകയോ നമ്മെ പഴിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളുകളെ, നമ്മെ ശപിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളുകളെ നാം അവരെ അനുഗ്രഹിക്കുന്നില്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല എന്ന് മാത്രവുമല്ല, അങ്ങനെയാണ് ഒരു യഥാർത്ഥ ദൈവപൈതൽ ചെയ്യേണ്ടത് എന്നുള്ള കാഴ്ചപ്പാട് പോലും ഇല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പ്രിയമുള്ളവരെ, അത് വളരെ അപകടകരമായ ഒരു ആത്മീക അവസ്ഥയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതിൻ്റെ തന്നെ 12-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. എപ്പോഴാണ് നമ്മൾ തിന്മയോട് തോൽക്കുന്നത് എന്ന അവിടെ ഒരു സൂചന നമുക്ക് കാണാനായിട്ട് കഴിയും. തിന്മയെ നന്മയാൽ ജയിക്കാത്തിടത്തൊക്കെയും നാം തിന്മയോട് തോൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തിന്മയോട് ജയിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതിന് പകരം നന്മ ചെയ്യാൻ കഴിയും. ഒരു തിന്മയ്ക്ക് പകരം നാം നന്മ ചെയ്യാനായിട്ട് നമുക്ക് കഴിയുന്നുവെങ്കിൽ നാം തിന്മയോട് ജയിക്കും. തിന്മയ്ക്ക് പകരം നന്മ ചെയ്യാൻ കഴിയാതിരിക്കുകയോ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുകയോ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നാം പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. എന്തെങ്കിലും ചെയ്യാതിരുന്നതുകൊണ്ട് നമ്മളോട് എന്തെങ്കിലും തിന്മ ചെയ്താൽ നാം തിരിച്ച് തിന്മ ചെയ്യാതിരിക്കുന്നു എന്നുള്ളതിൽ വലിയ കാര്യമൊന്നുമില്ല. മറിച്ച് നാം തിരിച്ച് നന്മ ചെയ്യണം. അങ്ങനെയാണ് തിന്മയെ ജയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലും അതിൻ്റെ 14-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ, ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു, ഉപദ്രവമേറ്റിട്ട് സഹിക്കുന്നു, ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. അതിൻ്റെ 12-ാമത്തെ വാക്യമാണ്. ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു, ഉപദ്രവമേറ്റിട്ട് സഹിക്കുന്നു, ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. പൗലോസ് അപ്പോസ്തലനും തൻ്റെ കൂട്ടാളികളും അവർ ഈ ലോകത്ത് ജീവിച്ചതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കർത്താവിനെ കുറിച്ച് കണ്ടു, സ്റ്റെഫനോസിനെ കുറിച്ച് കണ്ടു, പിന്നെ പൗലോസ് അപ്പോസ്തലൻ്റെയും തൻ്റെ കൂട്ടാളികളായിട്ടുള്ള ആളുകളെയും സംബന്ധിച്ചാണ് ഈ ഒരു വേദഭാഗത്ത് എഴുതിയിരിക്കുന്നത്. ഇങ്ങോട്ട് ശകാരം പറയുമ്പോൾ തിരിച്ച് ആശീർവദിക്കുക, ഉപദ്രവമേറ്റിട്ട് സഹിക്കുക, ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുക.
നമ്മെക്കുറിച്ച് ആരെങ്കിലും ദൂഷണമായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമ്മളുടെ പ്രതികരണമൊക്കെ എത്രയോ ഭോഷത്തരമായിരിക്കും, എത്രയോ കഠിനമായിരിക്കും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. എന്നാൽ ദൂഷണം കേട്ടാൽ നല്ല വാക്ക് പറയാനായിട്ട് കഴിയുന്നത് തീർച്ചയായിട്ടും അത് ദൈവിക ജീവൻ നമ്മളിലുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിലും ഇതിനോട് സമാനമായിട്ടുള്ള ഒരു വേദഭാഗം നമുക്ക് കാണാനായിട്ട് കഴിയും. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ, തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പിൻ. അപ്പോൾ ഇവിടെ പറയുന്നത് ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. നേരത്തെ നമ്മൾ വായിച്ചു തിന്മയ്ക്ക് പകരം നന്മ ചെയ്യണം, അങ്ങനെ തിന്മയെ തോൽപ്പിക്കണം, തിന്മയോട് തോൽക്കരുത്. ഇവിടെ പറയുന്നത് ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കണം, എന്നിട്ട് തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പിൻ. ഇവിടെ തമ്മിലും എന്ന് പറയുന്നത് അത് വിശ്വാസികളെക്കുറിച്ച് അല്ലെങ്കിൽ സഭാംഗങ്ങളെക്കുറിച്ചാണ്. എല്ലാവരോടും എന്ന് പറയുമ്പോൾ സഭയ്ക്ക് പുറത്തുള്ള ആളുകളോട് ഉള്ള ബന്ധത്തിലാണ്. അപ്പോൾ സഭയ്ക്കുള്ളിലും സഭയ്ക്ക് പുറത്തും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങോട്ട് തിന്മ ചെയ്താൽ പോലും അങ്ങോട്ട് നന്മ ചെയ്യണം, തിന്മ ചെയ്യരുത്, നന്മ ചെയ്യണം. ഇതാണ് നാം ഒരു മാനസാന്തരത്തിൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള ജീവൻ്റെ ജീവിതത്തിൽ നാം ആയിരിക്കുന്നു എന്ന് ഉള്ളതിൻ്റെ തെളിവ്. യാക്കോബ് എഴുതിയ ലേഖനത്തിലും നമുക്ക് ഇതിന് സമാനമായിട്ടുള്ള വേദഭാഗം കാണാനായിട്ട് കഴിയുന്നതിന് 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു, സഹോദരന്മാരെ ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. നമ്മളൊക്കെ ധാരാളം സ്തോത്രം പറയുന്ന ആളുകളാണ്. നമ്മുടെ ജീവിതത്തിൽ അനുദിനം ദൈവം നമുക്ക് ചെയ്തതായിട്ടുള്ള നന്മകളൊക്കെ ഓർത്ത് നമ്മൾ സ്തോത്രം പറയുന്നു. പിന്നെ അതുകൂടാതെ നാം ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവിടെയും നാം സ്തോത്രം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സ്തോത്രം പറയുന്നതായിട്ടുള്ള നാവ് അല്ലെങ്കിൽ വായ്, അതിലൂടെ എങ്ങനെയാണ് ശാപം വരാനായിട്ട് കഴിയുക? അത് യോഗ്യമായിട്ടുള്ളൊരു കാര്യമല്ല എന്ന് തന്നെയാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. 20-ാമത്തെ വാക്യം, 3-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിലാണ് നാം അത് കണ്ടത്. അപ്പോൾ ഒരു വായിൽ നിന്ന് 10-ാമത്തെ വാക്യം, ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു, സഹോദരന്മാർ ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. അതിനുശേഷം ഒരു ഉദാഹരണം പറയുകയാണ്. 11-12 വാക്യങ്ങൾ. ഉറവിൻ്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പും ഉള്ള വെള്ളം പുറപ്പെട്ടു വരുമോ? നമുക്കറിയാം, ഉറവ അല്ലെങ്കിൽ കിണർ, നമുക്ക് കിണർ എന്നോ കുളം എന്നോ നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു കിണറിൽ നിന്ന് വെള്ളം കോരിയാൽ ഒരു പ്രാവശ്യം കോരുമ്പോൾ കയ്പുള്ള വെള്ളവും അടുത്ത പ്രാവശ്യം കോരുമ്പോൾ മധുരമുള്ള വെള്ളവും, അങ്ങനെ 2 പ്രാവശ്യം കോരുമ്പോൾ 2 നിലയിലുള്ള വെള്ളം ഉണ്ടാകുവാനായിട്ട് കഴിയുമോ? ഇല്ല എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ സഹോദരന്മാരെ, അത്തിവൃക്ഷം ഒലിവ് പഴവും മുന്തിരിവള്ളി അത്തിപ്പഴവും കായ്ക്കുമോ? നമുക്കറിയാം, കായ്ക്കില്ല. തെങ്ങിൽ നിന്ന് മാങ്ങായോ മാവിൽ നിന്ന് തേങ്ങായോ പറിക്കുവാനായിട്ട് കഴിയില്ല, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ. 3-ാമത്തെ ഉദാഹരണം, ഉപ്പുറവിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയുമില്ല. നമുക്കൊന്നും ഇവിടെ അത്ര ശീലമില്ലെങ്കിലും ഉപ്പ് രസമുള്ളതായ, പ്രത്യേകിച്ച് കടലോരങ്ങളിൽ താമസിക്കുന്നതായിട്ടുള്ള ആളുകൾ കിണർ കുഴിച്ചാൽ അവിടെ ഉപ്പ് രസമുള്ള വെള്ളമായിരിക്കും കിട്ടുക. നമ്മൾ സാധാരണ കുടിക്കുന്ന വെള്ളം കിട്ടില്ല. അപ്പോൾ ഈ 3 ഉദാഹരണങ്ങളിലൂടെ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് ഒരിക്കലും ഒരു ദൈവ പൈതലിന് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാനായിട്ട് കഴിയുകയില്ല എന്നാണ്. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാനായിട്ട് കഴിയുകയില്ല. കാരണം അത് ഒരു മാവിൽ തേങ്ങ കായ്ക്കുമെന്ന് പറയുന്നത് പോലെ അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ തിന്മയ്ക്ക് പകരം തിന്മയാണ് ചെയ്യലാണ് നമ്മളുടെ ഒരു രീതിയെങ്കിൽ, നമ്മുടെ സ്വഭാവമെങ്കിൽ, നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം നമ്മളിൽ ദൈവികമായിട്ടുള്ള ജീവൻ ഉണ്ടോ എന്നുള്ള ഒരു പരിശോധനയാണ്. കാരണം ദൈവിക ജീവനും ദൈവിക സ്വഭാവവും ഉള്ളവരായിട്ട് നാം ജീവിക്കുന്നുവെങ്കിൽ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുക എന്ന് പറയുന്നത് അസാധ്യമാണ്. തിന്മയ്ക്ക് പകരം നന്മ ചെയ്യാതിരിക്കാനായിട്ട് കഴിയുകയുമില്ല. ഇന്ന് നമ്മൾ പല സഭകളിലേക്കും
നോക്കിയാൽ അന്യോന്യം പോരടിക്കുന്നതായ ഒരു കൂട്ടം ആളുകൾ, തമ്മിൽ തമ്മിൽ പോരടിക്കുകയും വെറുക്കുകയും പഴിക്കുകയും ദുഷിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അല്ലാത്തതായിട്ടുള്ള സഭകളൊക്കെ അവിടെയും ഇവിടെയും ഒക്കെ ഉണ്ട് എന്നുള്ളതല്ലാതെ കാര്യമായിട്ടൊന്നും അങ്ങനെ ആളുകൾ കുറവാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ തമ്മിലും എല്ലാവരോടും എല്ലായ്പ്പോഴും സമാധാനമായിരിക്കുകയും അതുപോലെ തന്നെ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ, തിന്മയോട് തോൽക്കാതെ നന്മ ചെയ്യണം എന്നുള്ളതുമാണ് പ്രമാണം എന്ന് നമുക്കറിയാമല്ലോ. പത്രോസ് എഴുതിയ ലേഖനത്തിലും ഇതേ കാര്യം താൻ പറയുന്നുണ്ട്. അതിനല്ല 1 ലേഖനം 2 അധ്യായത്തിൽ 21 മുതലുള്ള വാക്യങ്ങളിൽ, അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു, നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. കർത്താവ് നമ്മുടെ മുമ്പിൽ പിന്തുടരുവാനായിട്ട് വെച്ചിട്ട് പോയിട്ടുള്ള മാതൃക എന്താണ്? അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല, തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കുക അത്ര ചെയ്തത്. അപ്പോൾ എന്താണ് കർത്താവ് ചെയ്തത്? കർത്താവ് നാം അനുഗമിക്കണം അല്ലെങ്കിൽ നാം പിന്തുടരണം എന്ന് പറഞ്ഞ് വെച്ചു പോയ മാതൃക എന്താണ് എന്ന് ചോദിച്ചാൽ, ശകാരിച്ചിട്ട് പകരം ശകാരിക്കുന്നില്ല, വായിൽ വഞ്ചന ഉണ്ടായിരുന്നില്ല, കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറയുന്നില്ല, ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കുക അത്ര ചെയ്യുന്നത്. നമുക്കറിയാം, ഇപ്പോൾ കർത്താവിന് നേരെ എത്രയോ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടു. തൻ്റെ ന്യായവിസ്താര വേളകളിൽ പല ഇടങ്ങളിൽ കൊണ്ടുപോയി ന്യായവിസ്താരം നടത്തുമ്പോഴും കർത്താവിന് നേരെ എത്രയോ ശകാരങ്ങളും ദൂഷണങ്ങളും ഒക്കെ ആളുകൾ ഉന്നയിച്ചു. എന്നാൽ കർത്താവ് ഒരിക്കലും ഒരിടത്തും തന്നെ ന്യായീകരിച്ചില്ല, തിരിച്ച് ശകാരിച്ചുമില്ല. ഇത് രണ്ടും ചെയ്തില്ല. മറിച്ച് എന്തു ചെയ്തു? ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കുക അത്ര ചെയ്തത്. നാം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിട്ടുള്ള കാര്യം, ഒരിക്കലും നമുക്ക് ഒരു മനുഷ്യൻ്റെ തെറ്റിന് ആനുപാതികമായിട്ട് അവരെ ശിക്ഷിക്കാനായിട്ട് നമ്മളെ കൊണ്ട് കഴിയുകയില്ല. കാരണം ഓരോ തെറ്റും ഉണ്ടാകുന്നത് പല മനുഷ്യരുടെയും പ്രത്യേകമായിട്ടുള്ള സാഹചര്യങ്ങളിലും ഒക്കെയാണ്. ന്യായമായി വിധിക്കുക എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന് മാത്രം കഴിയുന്നതായിട്ടുള്ള കാര്യമാണ്. മറ്റൊരാൾക്കും ന്യായമായി വിധിക്കാനായിട്ട് കഴിയില്ല, അല്ലെങ്കിൽ പിതാവിന് മാത്രമേ ന്യായമായി വിധിക്കാൻ കഴിയുള്ളൂ. നാം എന്തെങ്കിലും പകരം ചെയ്യാം എന്ന് തീരുമാനിച്ചാൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഒന്നുകിൽ ആ ശിക്ഷ ആനുപാതികമാകുകയില്ല, അല്ലെങ്കിൽ അത് കൂടുതലായി പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ശിക്ഷ വിധിക്കുക എന്ന് പറയുന്നത് മനുഷ്യനെ ദൈവം ഏൽപ്പിച്ചിട്ടില്ല. ദൈവം ഹൃദയങ്ങളെയും കൂടി പരിശോധിച്ചിട്ടാണ് ശിക്ഷ വിധിക്കുന്നത്. ദൈവമക്കളായിരിക്കുന്ന നാം അങ്ങനെ ആരെയും അങ്ങനെ ശിക്ഷ വിധിക്കുവാനായിട്ട് ദൈവം അനുവദിക്കുന്നില്ല. എന്നാൽ സഭയിൽ ചില കാര്യങ്ങളൊക്കെ, ചില ക്രമീകരണങ്ങളൊക്കെ തെറ്റിപ്പോകുന്ന ആളുകളെ സംബന്ധിച്ച് ദൈവം വരുത്തിയിട്ടുണ്ട്, ചില ക്രമീകരണങ്ങൾ ചെയ്യാനായിട്ട് കൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാന കാഴ്ചപ്പാട് എന്ന് പറയുന്നത് എപ്പോഴും ക്ഷമിക്കുവാനും സഹിക്കുവാനും, നമ്മെ ദുഷിക്കുന്നവരോട് നല്ല വാക്ക് പറയാനും, നമ്മളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതൊക്കെയാണ്. അതാണ് നമുക്കുള്ള പ്രമാണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇയ്യോബിൻ്റെ പുസ്തകം 31 അധ്യായത്തിൽ, എൻ്റെ വൈരിയുടെ നാശത്തെങ്കിൽ ഞാൻ സന്തോഷിക്കുകയോ എൻ്റെ അനർത്ഥത്തെങ്കിൽ ഞാൻ നിഗളിക്കുകയോ ചെയ്തുവെങ്കിൽ അവൻ്റെ പ്രാണനാശം ഇച്ഛിച്ച് ഞാൻ ശാപം ചൊല്ലി പാപം ചെയ്യുവാൻ എൻ്റെ വായെ ഒരിക്കലും സമ്മതിച്ചിട്ടില്ല. ഇയ്യോബിനെ കുറിച്ച് താൻ പറയുന്നതായിട്ടുള്ള കാര്യമാണ്. സാധാരണഗതിയിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ അതിൽ ഉള്ളിലൊരു സന്തോഷം ഉണ്ടാകുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. എന്നാൽ അങ്ങനെ എന്നിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഇവിടെ ഇയ്യോബ് പറയുന്നത്. നമ്മെ ആരെങ്കിലും ഉപദ്രവിക്കുകയോ പഴിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ട് അവർക്ക് എന്തെങ്കിലും അനർത്ഥം വരുമ്പോൾ നമുക്ക് ഉള്ളിലൊരു സന്തോഷം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ നാം ദൈവിക വഴിയിലല്ല, ആ ജീവൻ്റെ വഴിയിലല്ല നാം നടക്കുന്നത് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ,
അത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അങ്ങനെയാണോ? അതുപോലെ തന്നെ അവൻ്റെ പ്രാണനാശം ഇച്ഛിച്ച് ഞാൻ ശാപം ചൊല്ലി പാപം ചെയ്യുവാൽ, അങ്ങനെ ആരെയെങ്കിലും ശപിച്ചാൽ, അങ്ങനെ ഒരു വൈരിയുടെ കാര്യത്തിലാണ്, നമ്മളോട് എതിർക്കുന്ന ഒരാളുടെ കാര്യത്തിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നമ്മുടെ വൈരിയാണെങ്കിൽ പോലും അവൻ്റെ പ്രാണനാശം ഇച്ഛിച്ച് ഞാൻ ശാപം ചൊല്ലിയാൽ അത് പാപമാണ് എന്നാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇയ്യോബ് അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ നമ്മെ ഉപദ്രവിക്കുന്നവരെ നാം ശപിക്കുന്നുവെങ്കിൽ അത് നമ്മളിൽ ഒരു പാപമായിട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പാപം എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ നിർവചനം വളരെയേറെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് മാത്രവുമല്ല, പാപം എന്ന് പറയുന്നത് ദൈവം നമുക്ക് വെച്ചിരിക്കുന്നതായിട്ടുള്ള നിലവാരത്തിൽ നാം താഴെ പോകുന്നതെല്ലാം പാപമാണ്. ദൈവം നമുക്ക് വെച്ചിരിക്കുന്നതായിട്ടുള്ള നിലവാരം ഇവിടെ നമ്മെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് നന്മ ചെയ്യുക. പൊതുവായിട്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 കാര്യങ്ങളാണ്. നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ അനുഗ്രഹിക്കണം, അവർക്ക് നന്മ ചെയ്യണം. ഇതാണ് ദൈവേഷ്ടം. അങ്ങനെ ചെയ്യാനായിട്ട് നമുക്ക് കഴിയുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ ദൈവിക ജീവൻ നമ്മളിൽ ഉണ്ടോ എന്നുള്ളത് നാം സംശയിക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ വീണ്ടും അടുത്ത വാക്യം നാം വായിക്കുമ്പോൾ, നിങ്ങളെ സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും, 15-ാമത്തെ വാക്യം, സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യുവിൻ. സന്തോഷിക്കുന്നവരോടുകൂടി സന്തോഷിക്കാനായിട്ട് നമുക്ക് സാധിക്കണം, കരയുന്നവരോടുകൂടി കരയാനായിട്ടും സാധിക്കണം. അതിനെക്കുറിച്ച് ചില ആളുകളൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത്, കരയുന്നവരോടുകൂടി കരയുക എന്ന് പറയുന്നത് അത് എളുപ്പമുള്ള ഒരു കാര്യമാണ്. ആർക്കെങ്കിലുമൊക്കെ ദുഃഖവും ഒക്കെ വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നാം നമ്മുടെ കുടുംബത്തിലോ സഭയിലോ നമ്മുടെ സൗഹൃദത്തിലോ ഉള്ളതായിട്ടുള്ള ആളുകൾ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും പ്രയാസത്തിലായാൽ, രോഗത്തിലോ അപകടത്തിലോ ഒക്കെ ആയാൽ, അവരോടുകൂടി ദുഃഖിക്കാനും കരയുവാനും ഒക്കെ കഴിയുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. എന്നാൽ സന്തോഷിക്കുന്നവരോടുകൂടി സന്തോഷിക്കുക എന്ന് പറയുന്നത് അത്രത്തോളം എളുപ്പമല്ല എന്നാണ്. കാരണം മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ നന്മയും അനുഗ്രഹവും ഒക്കെ ലഭിക്കുമ്പോഴാണല്ലോ ഈ സന്തോഷമുണ്ടാകുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ നന്മയിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ഉള്ളിൽ ഒരു പക്ഷേ ഉണ്ടായിരിക്കുന്നതായ ഒരു മനോഭാവം എന്ന് പറയുന്നത് ഒരു അസൂയ എന്നുള്ള നിലയിലായിരിക്കും. അസൂയയാവാനായിട്ടുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അസൂയ എന്ന് പറയുന്നത് പാപമാണ്. മരണകരമായ 7 പാപങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അനേകർ അങ്ങനെ പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ ഉൾപ്പെട്ടിരിക്കുന്നതിലൊരു പാപമാണ് അസൂയ എന്ന് പറയുന്നത്. അസൂയ എന്ന് പറയുന്നത് അത്ര വലിയ പാപമായിട്ടൊന്നും നമ്മൾ ഗണിക്കുന്നില്ല. കാരണം നമ്മളുടെ ഇത് മറ്റാരെയും അത് ബാധിക്കുന്നില്ല. ഒരുപക്ഷെ അത് വെളിച്ചത്ത് വരുന്നു പോലുമില്ല. നമ്മുടെ തന്നെ ഉള്ളിൽ അത് നിലകൊള്ളുന്നു. അതിനുശേഷം അസൂയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഒരു ചിരിച്ച മുഖമൊക്കെ കാണിച്ച് ഒരു സന്തോഷത്തിൻ്റെ പ്രകടനമൊക്കെ കാഴ്ചവെച്ച് അങ്ങനെ പോവുകയാണ് സാധാരണ ചെയ്യുക. അവിടെ തന്നെ അതൊരു കാപഠ്യമാണ് എന്ന് നമുക്കറിയാമല്ലോ. എപ്പോഴാണ് നമുക്ക് ഒരാളുടെ സന്തോഷത്തിൽ സന്തോഷിക്കുവാൻ കഴിയാതിരിക്കുന്നത്? ഒരാളുടെ സന്തോഷത്തിൽ സന്തോഷിക്കാൻ കഴിയാതിരിക്കുന്നത് അവരോട് നമുക്ക് സ്നേഹമില്ലാത്തപ്പോഴാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ മക്കൾ, ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ മക്കൾക്ക് വലിയ ചില നന്മകൾ വന്നാൽ നമ്മൾ അതിനെക്കുറിച്ച് ദുഃഖിക്കുമോ? ഒരിക്കലുമില്ല. നമുക്ക് അസൂയ ഉണ്ടാകുമോ? ഇല്ല. അതെന്തുകൊണ്ടാണ്? നമ്മൾ നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. എന്നാൽ നമ്മുടെ സഭയിലോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള സൗഹൃദ വലയത്തിലോ ഉള്ള ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ നന്മകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് അവിടെ സന്തോഷിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അവിടെ സ്നേഹമില്ല എന്നുള്ളതാണ്. സ്നേഹിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരു പാപമാണ്. സ്നേഹിക്കാൻ കഴിയാത്തതായിട്ടുള്ള ആളുകളുടെ വിശ്വാസത്തെ ദൈവം ഒരിക്കലും കണക്കിടുന്നില്ല. അതല്ലേ, മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടെങ്കിലും ഏതുമില്ല എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ സ്നേഹിക്കാൻ കഴിയാത്ത ഒരു വിശ്വാസവും ദൈവം പരിഗണിക്കുന്നില്ല. സ്നേഹമില്ലാത്തടത്താണ് നമുക്ക് സന്തോഷിക്കുന്നവരോട് കൂടെ സന്തോഷിക്കാൻ കഴിയാതിരിക്കുന്നത്.
നമ്മളിൽ സ്നേഹത്തിന് പകരം നമ്മളിൽ ഉള്ളതായിട്ടുള്ള സ്വഭാവം അസൂയയോ വെറുപ്പോ പകയോ ഒക്കെയാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ സന്തോഷിക്കുവാൻ കഴിയുകയില്ല. പ്രിയമുള്ളവരെ, നമ്മളുടെ ആത്മീയ നിലവാരത്തെ നമുക്ക് തന്നെ ഒന്ന് അളക്കുന്നതിന് ഉള്ള അളവുകോലാണ് ഇന്ന് നമ്മൾ ചിന്തിച്ചതായിട്ടുള്ള ഈ രണ്ട് കാര്യങ്ങൾ. എല്ലാം അളവുകോലാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇതിന് മുമ്പ് പറഞ്ഞതായിട്ടുള്ള എല്ലാം ഒരു യാഥാർത്ഥ്യമാണ്. എങ്കിലും നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാനായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളെ ഉപദ്രവിക്കുന്നവർ, നമ്മളെ എതിർക്കുന്നവർ, അവരെ അനുഗ്രഹിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവർക്ക് നന്മ ചെയ്യാനും ഉള്ളൊരു മനസ്സ് നമുക്കുണ്ടോ? അതുപോലെ തന്നെ കരയുന്നവരോടുകൂടി കരയാൻ ഒരു പക്ഷേ എളുപ്പമാണ്. എന്നാൽ സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുക എന്ന് പറയുന്നത് അത്രത്തോളം എളുപ്പമല്ല എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം എൻ്റെ 12-ാമത്തെ അധ്യായത്തിൽ 25 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുന്നത്, ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി ദൈവം കുറവുള്ളതിന് അധികം മാനം കൊടുത്തുകൊണ്ട് ശരീരത്തെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. ഇവിടെ അന്യോന്യം ഒരുപോലെ കരുതണം. ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതണം. ഒരു സഭയിലെ എല്ലാ ആളുകളും അവരെ എല്ലാവരെയും ഒരുപോലെ കരുതണം എന്നാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. അങ്ങനെ ഒരുപോലെ കരുതിയില്ല എങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ഭിന്നത വരും. അതിനായിട്ട് ദൈവം എന്താണ് ക്രമീകരണം ചെയ്തിരിക്കുന്നത്? ദൈവം കുറവുള്ളതിന് അധികം മാനം കൊടുത്ത് ശരീരത്തെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. അതിനാൽ ഒരു അവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങളൊക്കെയും കൂടെ കഷ്ടം അനുഭവിക്കുന്നു. ഒരു അവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും കൂടെ സന്തോഷിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു സഭ സഭയാകുന്നത്, ഒരു സഭ ദൈവഹിതപ്രകാരമുള്ള ഒരു സംവിധാനമാകുന്നത് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ്. ഒരു അവയവം കഷ്ടം അനുഭവിക്കുമ്പോൾ ആ കഷ്ടം എല്ലാവരും കൂടെ പങ്കിടുക, അല്ലെങ്കിൽ എല്ലാവരും അനുഭവിക്കുന്നതിന് തുല്യമായിട്ടുള്ള മനോഭാവവും അതിനനുസരിച്ചിട്ടുള്ള പ്രവൃത്തികളും ഉണ്ടാവുക. അതുപോലെ തന്നെ ഒരവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും കൂടെ സന്തോഷിക്കുന്നു. നാം നേരത്തെ വായിച്ചതായിട്ടുള്ള റോമാലേഖനത്തിൽ വായിച്ചതായിട്ടുള്ള അതേ കാര്യമാണ്. സന്തോഷിക്കുന്നവരോടുകൂടി സന്തോഷിക്കുക, ദുഃഖിക്കുന്നവരോടുകൂടി ദുഃഖിക്കുക, അല്ലെങ്കിൽ കരയുന്നവരോടുകൂടി കരയുക. അപ്പോൾ ഒരു അവയവത്തിന് മാനം വരുമ്പോൾ എല്ലാവരും അതിൽ സന്തോഷിക്കുന്നു. ഒരു അവയവത്തിന് എന്തെങ്കിലും കേടുപറ്റിയാൽ എല്ലാവരും അതിൽ ദുഃഖിക്കുന്നു. അങ്ങനെ ആകുമ്പോഴാണ് ഒരു സഭ എന്ന് നമ്മെ വിളിക്കുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതത്തെയൊക്കെ നമുക്ക് ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ആത്മീയ നിലവാരം നാം ഒന്ന് അളക്കേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും ഒരു പക്ഷേ പുറമേ ഒന്നും നാം ഒന്നും കാണിക്കുന്നില്ലെങ്കിലും പുറമേ ചിരിച്ചും അല്ലെങ്കിൽ സന്തോഷിച്ചുമൊക്കെ ഒരു കാഴ്ച നമുക്ക് കാണിക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മുടെ ഉള്ളത്തെയാണ് ദൈവം നോക്കുന്നത് എന്നുള്ളത് നമുക്ക് മറക്കുവാനായിട്ട് പാടില്ല. നമുക്ക് മനുഷ്യനെ പറ്റിക്കാനായിട്ട് കഴിയും, എന്നാൽ ദൈവത്തെ ഒരിക്കലും പറ്റിക്കാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് ഒരു കപടത അല്ല നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത്. മറിച്ച് നിഷ്കളങ്കമായ ഒരു മനോഭാവം, ആത്മീയമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് ദൈവജനത്തെ സംബന്ധിച്ചും സഭയെ സംബന്ധിച്ചും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളെ സംബന്ധിച്ചും നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. നമ്മളുടെ ഈ ദൈവവചന പഠനം ഈ നിലയിലൊക്കെയും നമുക്ക് ധാരാളമായിട്ടുള്ള വ്യത്യാസങ്ങൾ നമ്മളിൽ ഉണ്ടാകുവാനായിട്ട് ഇടയാവട്ടെ. ഈ വചനങ്ങൾ നമ്മുടെ വിശ്വാസമായി പരിണമിച്ചിട്ട് അത് നമുക്ക് പ്രയോജനമാകുവാൻ ഇടയാകട്ടെ. സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. അവൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.